ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ കല്യാണിന്റെ പറയണ്ട്, ഇന്നല്ലേ വന്ദനയുടെ പിറന്നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. മനോഹർ നേരത്തെ തന്നെ അവിടെ എത്തും, താനും അവിടെ എത്തേണ്ടതല്ലേ, ഇന്ന് വരുൺ ഒരുക്കി വന്ദന ആക്കേണ്ടതല്ലേ, താൻ പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. സൂക്ഷിക്കണേ കിരണേട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാടോ എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണി റെഡി ആയിട്ട് നേരെ വരുണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ നമ്മുടെ എല്ലാ മനോഹരുടെ ബാക്കി ഭാര്യമാരും കൂടി വന്നിട്ടുണ്ട്. നിശ്ചയം, അതുപോലെ തന്നെ നിതയും, അതായത് ഭാര്യയായിട്ടില്ല, നിതയുണ്ട്, അതുപോലെ തന്നെ ജുബാന, അത് എല്ലാവരും അവിടെ നിൽക്കുവാട്ടോ. അപ്പൊ സമയത്ത് വരുൺ അവിടെ നിൽക്കുന്നുണ്ടോ, ഇനി എന്നെ പെണ്ണാക്കിക്കോ, എനിക്ക് മതിയായി ശരിക്കും പെണ്ണിന്റെ വേഷിട്ട്, പിന്നെ വിളിക്ക് വേണ്ടിട്ട് റിവെഞ്ച് എടുക്കേണ്ടത് വെച്ചിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നിഷയെടുത്ത് പറഞ്ഞു. അപ്പൊ നിഷ പറയണ്ട, എടാ എന്തൊക്കെ പറയാനും എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിനക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടില്ലേ, നീ ഇതേനെ പോലത്തെ നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലേടാ. അത് ശരിയാണ് എന്ന് വരുൺ പറയണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പെൺവേഷം ഒന്ന് ഊരി വെക്കണം കല്യാണി ചേച്ചി എന്ന് വരുൺ പറയണം. കല്യാണി ചോദിക്കണ്ടേ, എന്താ നിതേനെ കല്യാണം കഴിക്കാൻ ഇത്ര ധൃതിയായോ നിനക്ക്? അയ്യോ, എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ കല്യാണം കഴിക്കാൻ ധൃതിയാണെന്ന് ചോദിക്കും. ഓ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എത്ര നാൾ വേണമെങ്കിലും ഈ വേഷം ഇട്ടോളാം പോരെ എന്ന് പറയണം. ശരി ശരി, എന്നാലേ ഇന്ന് ഏറ്റവും കൂടുതൽ സുന്ദരിയായിരിക്കണം, എങ്കിലേ മനോഹർ തല കറങ്ങി വീണ് ഏറ്റവും കൂടുതൽ പണവും പൈസയൊക്കെ നിനക്ക് തരുള്ളൂ എന്ന് പറയണം. അവൻ പൈസയൊക്കെ തരട്ടെ ചേച്ചി, ആ പൈസയൊക്കെ അവൻ കാരണം ബുദ്ധിമുട്ടിയ പെണ്ണുങ്ങൾക്ക് വേണം കൊടുക്കാനായിട്ട് എന്ന് വരുൺ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണിനെ നന്നായിട്ട് വേഷമൊക്കെ മാറ്റിയിട്ട് വന്ദനയുടെ വേഷമിട്ട് നല്ല സുന്ദരി വന്ദനാക്കി നിർത്തുവാട്ടോ. അതേസമയം നമ്മുടെ കിരൺ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണി പോയി കഴിഞ്ഞപ്പോ മുതല് ജെറി എന്ന് പറഞ്ഞ ആൾക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇവിടെ ഇടക്കിടക്ക് വരുമ്പോഴേക്കും കാർത്തിക വരുന്ന സമയത്ത് അയാൾ മുങ്ങണമുണ്ട്. മാത്രമല്ല ഈ ജെറി ജോണിനെതിരെ എന്തൊക്കെയോ ഒരു നിഗൂഢതകളുണ്ടെന്ന് കിരൺ അങ്ങനെ തോന്നുവാണ്. കാരണം രാഹുൽ പറഞ്ഞയച്ച ഗുണ്ടകൾ പറഞ്ഞയച്ചിട്ട് വേറൊരു ഗുണ്ടയാണ് തന്നെ വന്ന് തലക്കടിച്ചെന്ന് കിരണിനെ മനസ്സിലാവുന്നുണ്ട്. ആ ഗുണ്ടനെ ഇയാളായിരിക്കും പറഞ്ഞയച്ചത്, ഇയാൾ ജെറി ജോൺ തന്നെയാണോ? അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്ന് കിരൺ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാട്ടോ. അതേസമയം നമ്മുടെ ജെറി ആണെന്നുണ്ടെങ്കിൽ അത് ഗംഗപ്രസാദ് ആണെങ്കിൽ രാഹുലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. രാഹുൽ ഇത് പറയുന്നുണ്ട്, കാർത്തികിനെ സഹായിക്കുന്നവരെല്ലാരും എനിക്ക് ഒന്നൊന്നായിട്ട് കിടപ്പിലാക്കണം, അതാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോ രാഹുൽ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, അടുത്തത് ആ കല്യാണിനും കൂടി കിടത്ത്, പിന്നെ ചന്ദ്രസേനൻ, ഇവര് മൂന്നിനും കിടന്നാൽ തന്നെ സമാധാനമായിട്ട് നിനക്ക് നിന്റെ പണി തീർക്കാം, നിനക്ക് നിന്റെ സ്വത്തുക്കൾ കിട്ടും. പിന്നെ എന്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞവള് അവളുടെ സ്വത്തുക്കളൊക്കെ മോളുടെ പേരിൽ എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കിനൊന്നും കിട്ടാൻ പോണൊന്നുമില്ല. പക്ഷെ കിട്ടിയില്ലെങ്കിലും അവരെ കൂടി ഞാൻ അനുഭവിപ്പിക്കില്ല, അതാണ് എന്റെ വാശി എന്ന് പറയാണ്. ശരി, സാറിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സാറിനെ സഹായിക്കാം എന്ന് ഗംഗപ്രസാദ് പറയുന്നുണ്ട്. രാഹുൽ പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ പോലത്തെ ഒരു കരുത്തിനായിട്ടുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗംഗപ്രസാദ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും രാഹുലിനോട് നമ്മുടെ പ്രകാശൻ ചോദിക്കണ്ടേ, എടാ രാഹുലെ, ഇവനെ വിശ്വസിക്കാവാടാ, പിന്നെ ലക്ഷ്മി അമ്മയുടെ ആ ഒരു വകയിലെ ഏതോ ഒരു മോനാണല്ലോ ഇയാൾ, എന്തൊക്കെ പറഞ്ഞത്, രണ്ടാമത്തെ ഭർത്താവിന്റെ എന്തോ മോനെന്നല്ലേ പറഞ്ഞത്, വിശ്വസിക്കാൻ കൊള്ളില്ല, ആ നാട്ടുകാരെ വിശ്വസിക്കാൻ കൊള്ളാത്ത നാട്ടുകാരാണ് എന്ന് പറയുമ്പോ രാഹുൽ പറഞ്ഞിട്ട്, എടാ പ്രകാശ, നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ഗംഗപ്രസാദിനെ മുതലെടുക്കുമല്ലേടാ, നോക്ക്, ഇപ്പൊ കിരണിനോ കല്യാണിക്കോ അതുപോലെ തന്നെ രൂപക്കോ സേന എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ തല്ലേ വന്ന് വീഴുള്ളൂ അല്ലേ. പക്ഷെ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ശത്രു അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും ഇനി ഗംഗപ്രസാദിന്റെ തലയിലല്ലേ വീഴുള്ളൂ. നമ്മള് ഒരു കണക്കിന് നമ്മളങ്ങ് ഒഴിവായി കിട്ടുന്ന വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ചന്ദ്രസേനയോ രൂപേനെയോ കല്യാണിനെയോ ആരും ഇല്ലാതാക്കിയാലും എല്ലാം ഇവന്റെ തലയിലിടാം. എടാ, അതിനു വേണ്ടി മാത്രം ഞാൻ അവനെ കരുവാക്കണത്. എടാ രാഹുൽ, പ്രകാശം പറഞ്ഞ രാഹുലെ, നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോന്ന് പറയാണ്. പിന്നെ അല്ലാതെ ഞാൻ ഇവന്റെ പുറകിലൊക്കെ നടക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എവിടെന്നോ വന്നൊരുത്തൻ, ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, ഏതൊരു കാർത്തികയുടെ ചേട്ടനാണ്, കാർത്തികനാണ് തമ്മിൽ ഒരു ബന്ധമില്ല, പിന്നെ ഇവനെ ഞാൻ മുതലെടുക്കാണ്ട് പിന്നെ എന്ത് ചെയ്യാനടാ, ഒരു കണക്കിന് ഗുണ്ടകളെക്കാളൊക്കെ നല്ലത് ഇവൻ തന്നെയാണ്, ഇവന്റെ ഗുണ്ട വിചാരിച്ചുകൊണ്ടാണല്ലോ കിരണെ കിടത്താൻ പറ്റിയത്, അതുകൊണ്ട് നമുക്ക് ഇവനെ മാക്സിമം മുതലെടുക്കണോടാ, അവസാനം എന്തിലൊക്കെ സംഭവിച്ചാൽ ഇവന്റെ തല്ലിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിവാവാം എന്ന് ഇപ്പൊ പ്രകാശിനോട് രാഹുൽ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം മനോഹർ ആണെങ്കിൽ വലിയൊരു ഡയമണ്ടിന്റെ വലിയൊരു റിങ്, കയ്യിലിടാൻ വേണ്ടി റിങ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ വരുണ്ട അച്ഛനമ്മ, ആ മോനെ വാ വാ, മോള് എത്ര നേരം കാത്തിരിക്കണെന്ന് അറിയോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. സോറി അമ്മേ, എന്ത് പറയാനാ, വന്ദനക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കടയായ കടകളൊക്കെ കയറി ഇറങ്ങി, എനിക്ക് മനസ്സിലാണെങ്കിൽ ആ ഗിഫ്റ്റ് കൂടി വേണമല്ലോ. അങ്ങനെ അവസാനം ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോഴേക്കും ഇത്ര സമയമായി. അതൊക്കെ പോട്ടെ, സാരില്ല, മോൻ കേറി വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനും. അങ്ങനെ നമ്മുടെ മനോഹർ അകത്തേക്ക് വരുന്നുണ്ട്. ദേ മോളെ, ദേ നിന്റെ ജീവൻ ചേട്ടൻ വന്നു കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ വന്ദന ഓടി വരുവാണ്. വന്ദന ചെറിയ പെണക്കൊക്കെ അഭിനയിക്കാട്ടോ. അയ്യോ, എന്തിനാ മോള് പിണങ്ങണത്, എത്ര സമയം എന്ന് വന്ദന ചോദിക്കേണ്ട. സോറി മോളു, മോൾക്കൊരു നല്ല വിലപിടിപ്പുള്ള സമ്മാനം മേടിക്കാൻ വേണ്ടി പോയതാണ്, സമ്മാനം ഒന്നും വേണ്ടത്, ഞാൻ പറഞ്ഞതാണല്ലോ ജീവനേട്ടനോട് എന്നിങ്ങനെ ആക്ഷൻ കാണിക്കട്ടോ വന്ദന. ആ സമയത്ത് നമ്മൾ മനോഹർ പറഞ്ഞു, പോട്ട് മോള്, ക്ഷമിക്കതേ, അടുത്ത പിറന്നാളിന് മോളും എന്റെ കൂടെ ആയിരിക്കും എന്നൊക്കെ പറയണം. പറഞ്ഞിരിക്കേണ്ട സഭ കേക്ക് കേട്ടേ, അല്ല ഇത്രയും പേരേ ഉള്ളൂ, ഇത്രയും പേരുള്ളൂ മോനെ, വേറെ ആരെയും ഞങ്ങൾ വിളിച്ചൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് നമ്മുടെ വന്ദന. കേക്ക് കട്ട് ചെയ്തിട്ട്
ആദ്യത്തെ കഷ്ണം കേക്ക് മനോഹറിന് തന്നെ കൊടുക്കാട്ടോ. മനോഹർ കേക്ക് മുറിച്ചിട്ട് വന്തനകം കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് കിരണും കല്യാണിയും നിശ്ചയും അതുപോലെ ജുബാനയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. കൊടുക്കട്ടെ കൊടുക്കട്ടെ, അവൻ കൊടുക്കട്ടെ, അവൻ നന്നായിട്ട് തേഞ്ഞു പോവാൻ പോണേ ഉള്ളൂ എന്ന് പറയാണ്. ശേഷം മനോഹർ ആ ഒരു ഗിഫ്റ്റ് വന്ദനയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല വിടപിടിപ്പുള്ള ഡയമണ്ടിന്റെ റിംഗ് ആണ് കേട്ടോ. അയ്യോ മോനെ, ഇതിന് നല്ല വിലയായി കാണുമല്ലോ എന്ന് വരുണിന്റെ അച്ഛൻ പറയുമ്പോ മനോഹർ പറഞ്ഞിണ്ടാവും, വിലയൊന്നും നോക്കിയില്ല അച്ഛ, ഒരു വിലയൊക്കെ കുറച്ചായി, പക്ഷെ എന്റെ മോൾക്ക് എത്ര വിലപിടിപ്പുള്ള കൊടുത്താലും എനിക്ക് മതിയാവില്ല. അടുത്ത പിറന്നാളിലെ മോൾ നോക്ക, മോളെ ഡയമണ്ട് കൊണ്ട് മൂടും ഈ ജീവൻ ചേട്ടൻ എന്ന് പറയാണ്. ഒന്ന് പോ എന്ന് വന്ദന പറയുന്നുണ്ട്. അപ്പൊ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ മോൾക്ക് ഒരുപാട് ഇടുപ്പത് സ്വർണവും ഡയമണ്ട് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, മോൻ ഇനി ഒന്നും പൈസ ചിലവാക്കണ്ട, അതൊക്കെ സേവ് ചെയ്ത് വെക്ക്, നിനക്ക് ഭാവിയിൽ ഉപയോഗിക്കാലോ എന്ന് പറയുമ്പോ മനോഹർ പറയണ്ടേ, എന്റെ അച്ഛ എനിക്ക് ഒരുപാട് സ്വത്തുക്കളും പണമുണ്ട്, എവിടെയൊക്കെയാ എന്തൊക്കെയാ കിടക്കുന്നത് എനിക്ക് പോലും അറിയില്ല, അതുകൊണ്ട് നമ്മളിപ്പോ അനുഭവിക്കണം നമുക്കല്ലാണ്ട് വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് അച്ഛാ, അതൊന്നും ഒരു കുഴപ്പമില്ല, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, പിന്നെ അച്ഛൻ നമുക്ക് ഇതിന് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ വന്ദനയുടെ അമ്മ പറയുന്നുണ്ട്, അതെ വാ ഭക്ഷണം കഴിക്കാം. അയ്യോ സോറി അമ്മ, ഭക്ഷണം കഴിക്കാനും നിക്കില്ല കേട്ടോ, കാരണം എന്താണെന്നറിയാവോ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് കല്യാണം കഴിയാതെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന്. ഓ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് ഇവിടെ അല്ലേ, അതെ അതെ, എന്നും മോനെ നിർബന്ധിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ പോവുകയാണ്. നമ്മുടെ വരുൺ പറയേണ്ടത്, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മനോഹർ പോകുമ്പോ വരുൺ കല്യാണത്ത് പറയേണ്ടത്, കണ്ടോ ചേച്ചി വിലപിടിപ്പുള്ള എന്തോ ഒരു റിങ് തന്നെയാ മേടിച്ചിട്ടേക്കണത്, ഇനി അത് ചൂടോടുകൂടി തന്നെ നിധിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ വരുൺ ആ റിങ് നിധിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നിധിയുടെ പറയണ്ട് കല്യാണി, നിധിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം അവൻ ഊറ്റിയതല്ലേ, ഇങ്ങനെയെങ്കിലും അവനെ മുതലെടുക്കാം എന്ന് പറയാണ്. ശേഷമാണെങ്കിൽ രാഹുൽ നല്ലൊരു പണി തന്നെ നമ്മുടെ ഗംഗപ്രസാദിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഗുണ്ടകളെ വിട്ടിട്ട് ഗംഗപ്രസാദ് നമ്മുടെ രാഹുലിനെ ചതിക്കാൻ പോകുന്നത്. അതായത് രാഹുലിന്റെ ഗംഗപ്രസാദിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ, എന്തെങ്കിലും ചെയ്ത് രാഹുലിന്റെ തലയിടാന്ന്. രാഹുലിന്റെ ഉദ്ദേശം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗപ്രസാദിന്റെ തലയിലിട്ടാതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ രാഹുലിന്റെ ആ ഒരു ചതി ഗംഗപ്രസാദ് അറിയുന്നുണ്ട്. അങ്ങനെ രാഹുലും ഗംഗപ്രസാദും തമ്മിൽ ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാഹുൽ ആണെങ്കിൽ ഗംഗപ്രസാദ് തള്ളിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ഗംഗപ്രസാദിന്റെ ആപത്ത് സമയത്ത് ശരിക്കും സഹായിക്കുന്നത് ഗംഗപ്രസാദിന്റെ സ്വന്തം അനിയത്തിയായിട്ടുള്ള കാർത്തിക തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് കാർത്തികൻ ഗംഗപ്രസാദ് നമ്മുടെ വഴക്കും കാര്യങ്ങളൊക്കെ മാറുന്നത്. ഗംഗപ്രസാദ് ഹോസ്പിറ്റലാവുന്ന ഭാഗം ഞാനൊരു സീരിയൽ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണല്ലോ നമുക്ക് അച്ഛന്റെയും അമ്മയുടെയും അനിയത്തിയുടെയും ആ കൂടപ്പറപ്പിന്റെ ഒക്കെ സ്നേഹവും വാത്സല്യവും ഒക്കെ മനസ്സിലാവണത്. അപ്പൊ നമ്മുടെ കാർത്തികയുടെ ആ ഒരു യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ കാർത്തികയുടെ ചേട്ടനോടുള്ള സ്നേഹം ഗംഗപ്രസാദ് മനസ്സിലാക്കാൻ പോണത് ഈ ഒരു ഭാഗത്തിലായിരിക്കും. അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കാരണം ഗംഗപ്രസാദും കൂടി നമ്മുടെ കാർത്തികയുടെ കൂടെ നിൽക്കുവാണെങ്കിൽ കാർത്തികക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാർത്തികക്ക് മാത്രമല്ല, കിരണും കല്യാണിക്ക് നല്ലൊരു ഒരു സ്ട്രോങ്ങും കൂടിയാവും. കാരണം അതുപോലത്തെ ഒരാൾ ഇവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല. ഇത് നല്ലൊരു ഭാഗമാണല്ലോ, നമ്മുടെ വന്ദനയുടെ പിറന്നാൾ ഭാഗമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഡിലേ ആവുന്നത്. എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊരു റിവ്യൂ ബേസിലാണ് പറഞ്ഞത്, പ്രൊമോ അതുപോലെ തന്നെ അതിന്റെ എപ്പിസോഡിന്റെ പിക്സ് ഒക്കെ കണ്ടിട്ട് റിവ്യൂ ബേസിൽ പറഞ്ഞ റിവ്യൂ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.